ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ ബിഗോണിയ എന്തോ ഒരു അടിപൊളിയിലാണ് ഹാങ്ങിങ് ചെടിയായത്. ഇതങ്ങോട്ട് ഇടുമ്പോൾ മൊത്തം ലുക്ക് തന്നെ മാറും കേട്ടോ. ഇതിങ്ങനെ വരിയിൽ നടുമ്പോൾ ഞാൻ ഇത് കുറേ നടട്ടെ, ഇതെങ്ങനെ നടുന്നതും എങ്ങനെ ഇത്രയും പൂക്കൾ വരുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. നമുക്കിനി കുറേ ചെടികൾ ഹാങ് ചെയ്ത് നടാലോ. ഒരു ബിഗോണിയ മാത്രമല്ല കേട്ടോ, വേറെയും ചെടികൾ നടുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ പോട്ട് വാങ്ങിയത് കണ്ടോ, പല കളറിൽ. കറുപ്പ നന്നായി പല കളറിലൊക്കെ വാങ്ങി. അന്നേരം ഒന്നും തിരിയുന്നില്ല കടയിൽ നിന്ന് ഏതാ എടുക്കേണ്ടത്. 20 രൂപ അതിന്. ഇതടക്കം എന്താ 20 കൊളുത്തിടാനാ. ഇങ്ങനെ കൊളുത്തിടാൻ ഹാങ് ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ. ഇതാ പലതരം പോട്ട്. ഞാനേ ഈ പോട്ടിലൊക്കെ ഞാൻ പോട്ടി മിക്സ് നിറക്കട്ടെ. എന്നിട്ട് ഞാൻ ബിഗോണിയ അത് ഞാൻ ഇവിടെ ദൂരെ വെച്ചതാ. ഇനി ഞാൻ കട്ട് ചെയ്യുക, വെക്കുക, ഓരോ ചെടി കട്ട് ചെയ്ത് ഇത് നിറക്കട്ടെ കേട്ടോ. അതാ വെടി ഇതാ കണ്ടോ പൂ ഉണ്ടായത്. നല്ല രസമാണ് കാണാൻ. ഇനി നിറക്കട്ടെ കേട്ടോ. ഇതാണ് ഈ പോട്ടിലാണ് നടുന്നത്. ഫസ്റ്റ് തന്നെ ചകിരി, ബെഡ് പൊളിച്ച ചകിരി ബെഡ് പൊളിച്ച ചകിരി കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ട്. എന്നെ കാണാൻ വേണ്ടിയിട്ട് കാപ്പുംകുന്ന് ഒരാൾ വന്നപ്പോൾ അവർ പറയാൻ അവർ ഒന്നും കളയലില്ലാന്ന്. കാരണം ഞാനിത് കാണിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് കുറച്ച് മണ്ണിരട്ടെ. മണ്ണ് സാധാ മണ്ണാണ്. ഇനി ശീമക്കൊന്നല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല. ഇതെന്താണെന്ന് അറിയാം, ചാണകത്തിനെ വരെ തോൽപ്പിക്കും. അങ്ങനത്തെ അത്രക്കും നൈട്രജൻ കണ്ടന്റ്, വേര് ചീഞ്ഞു പോവില്ല. പിന്നെ മണ്ണിലുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ച ത്വരിതപ്പെടുത്തും. നമുക്ക് ഈ ഒരു ചീമക്കൊന്ന ഇട്ടാൽ, ചീമക്കൊന്ന പറഞ്ഞാൽ ജൈവ വളമാണ്, അതുപോലെ തന്നെ കീടനാശിനിയാണ്, രണ്ടും കൂടിയാണ്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ കളയാം കേട്ടോ, കല്ലൊന്നും വേണ്ട. ഞാൻ ഇത് രണ്ടും മാത്രം ഇപ്പം ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതാളായി വന്നിട്ട് ഞാൻ എന്താക്കും അറിയോ, പിന്നെ ഇനി അതിലേക്ക് വളമൊക്കെ ഇടും. ലൂസ് ഞാൻ പുല്ല് കൊണ്ടുള്ള വളമൊക്കെ ഉണ്ടല്ലോ അതിടും. പിന്നെ കരിയില കമ്പോസ്റ്റ് ഇടും. അങ്ങനെ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ട്, അതൊക്കെ ഇടും. ഇപ്പം ഞാൻ ഒന്നും ഇടുന്നില്ല, വേര് പിടിക്കട്ടെ. വേര് പിടിച്ചിട്ടേ ഇടുന്നുള്ളൂ. ഞാൻ ഇതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചത്. ഇവിടെ അങ്ങനെ കുത്തി വെച്ചതായിരുന്നു. വാടി കുറച്ച് നേരത്തെ കട്ട് ചെയ്താ. ഞാൻ 2 കമ്പ് കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇനി ഇതുപോലെ അങ്ങാവും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉഷാറായിട്ടുണ്ടാവട്ടെ. എന്താ ഈ ഹാങ് ചെയ്യുന്നതിന് അധികം വെയിറ്റ് പറ്റൂല കേട്ടോ. നമ്മൾ ഹാങ് ചെയ്യല്ലേ, അപ്പോൾ നിലം തൊടുന്നില്ലല്ലോ. നിലത്തിക്കണേ ഒന്നും പേടിക്കാണ്ടേ. നിങ്ങളുടെ അടുത്തൊക്കെ എന്തെല്ലാം ഹാങ്ങിങ് ചെടികളുണ്ട് എന്നൊന്ന് പറയണേ. ഇപ്പോൾ ബോഗൺവില്ല ഏത് സമയത്തും പൂക്കുന്ന ബോഗൺവില്ല ഉണ്ടല്ലോ. ഇപ്പോൾ വർഷകാലത്തും വേനൽ കാലത്തും ഒക്കെ അതൊക്കെ ഇപ്പം പിന്നെ ഹാങ് ചെയ്തിട്ട് എന്ത് രസം. ഓരോ വീട്ടിൽ ഞാൻ കണ്ട്, അത് നഴ്സറിയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഒന്ന് നട്ട്. ഇനി ഒരു ബിഗോണിയും കൂടെ നട്ടിട്ട് ഇനി വേറൊരു ചെടി നടട്ടെ കേട്ടോ. പലതരം അന്ന് നടുന്നത്. ഇനി ഞാൻ വേറൊരു പോട്ടിൽ ഇതാ ചകിരി ഇട്ട് ഇനി ഞാൻ കരിയില കുത്തി നിറക്കുക. മാക്സിമം കരിയിലിടുന്ന തന്നെ നല്ല വെയിറ്റ് കുറഞ്ഞിട്ടു. നേരത്തെ ഞാൻ കുറേ ഇട്ടത് പിന്നെ ചീമക്കൊന്നൻ്റാണ്. ഇത് ഞാൻ ഇട്ടത് കരിയിലയാണ്. കരിയിലിട്ട അവസാനം ഇത് കരിയില ഒക്കെ മണ്ണായി മാറും. പിന്നെ ഇതിന് പാറ പോലെ തുറക്കൂല. അങ്ങനെ മണ്ണ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാവും. വേരോട്ടം ഉണ്ടായാൽ നന്നായിട്ട് തളിര് വരും. തളിര് വന്നാൽ മൊട്ട് വരും. മൊട്ട് വന്നാൽ പൂക്കൾ വരും. പൂക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ അടുത്തത് വേറൊരു ചെടിയെ കാണിച്ചു തരാം. ഇത് എൻ്റെ വെർട്ടിക്കൽ 10 മണി എന്നല്ല 8 മണി തന്നെയുണ്ട്. നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് 8 മണിയാണെന്നുള്ളത്. ഇത് നട്ടിട്ടേ ഉണ്ട്. നോക്ക് വളർച്ച. ഇതിപ്പോൾ സമയം വൈകുന്നേരമായിട്ട് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞതൊക്കെ കൂടിപ്പോയി, അതുകൊണ്ട് കാണൂല. ഇപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വെട്ടിക്കൊടുത്താലേ ഇതിന് ഉണ്ട കൂടുള്ളൂ. ഇങ്ങനെ നല്ല ഉണ്ടേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വെട്ടിയിട്ട് ഞാൻ വീണ്ടും ഹാങ്ങിങ് പോട്ടാക്കി മാറ്റുക.
പോട്ടിലേക്ക് ഇടുക. ഇതൊക്കെ പൂവിട്ട് നല്ല മഞ്ഞ റോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സമയം തെറ്റിപ്പോയി, നിങ്ങൾ കാണിക്കാൻ കഴിഞ്ഞില്ല. എത്ര പെട്ടെന്ന് അതിൻ്റെ വളർച്ച. അതിപ്പോൾ അടുത്താണ് ഞാൻ ഹാങ്ങിങ് ചെടിയല്ല വെർട്ടിക്കൽ ഉണ്ടാക്കിയത്. അതിങ്ങോട്ട് വെട്ടിയെടുത്ത് ഇനി ഉഷാറായിക്കോളും. ഞാൻ ഇതിലേക്ക് അങ്ങ് നടാന്ന് വിചാരിച്ചു. ഇതൊക്കെ 2 ആക്കാം. ഇത് തൊട്ടാൽ മതി കേട്ടോ. ഇതിങ്ങനെ തൊട്ടാൽ ഉണ്ടാവും. അത്രക്ക് വലിച്ചെറിഞ്ഞാൽ മതി തോട്ടത്തിൽ. എന്തോരം പെട്ടെന്ന് വളർന്ന് ഇത് ഹാങ് ചെയ്താൽ നല്ല രസമുണ്ടാവും. ഞാൻ ഇങ്ങനെ അങ്ങ് നടട്ടെ, കുറേ ഉണ്ടല്ലോ. ഒരു തണ്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത്രയും പിടിപ്പിച്ചത്. എനിക്കൊരാൾ ഒരു തണ്ടിനെ മുമ്പ് തന്നേനു. എന്നിട്ട് എനിക്ക് മതി വേണ്ടാന്ന് വിചാരിച്ചിന്. ഞാൻ നോക്കുമ്പോൾ അത് ഒരു ചെടീൻ്റെ ഇടയിലൂടെ വളർന്നിട്ട് പൂക്കളായിട്ട് എന്നെ കൊതിപ്പിച്ച് ചെടി. ഞാൻ മൈൻഡൊക്കാത്ത ചെടി എന്നെ കൊതിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്താക്കിയെന്നറിയോ, ഇത്രയും ഉഷാറോന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന നട്ട് ഇത്രയായി. ഇങ്ങനെയാണ് ഞാൻ നടുന്നത് കേട്ടോ. ഞങ്ങൾ നനച്ചു കൊടുത്താൽ ഉണ്ടായിക്കോളൂ. കുറച്ച് ഇവിടെ അങ്ങ് നട്ടു കൊടുക്കട്ടെ. കട്ടി വെക്കാം. ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കേണ്ടി എന്തുപോലെ ഉണ്ടാവും എന്നറിയോ. ഇത് എൻ്റെ അടുത്ത് ഇപ്പം ഇതുണ്ട്, ഇതറിയോ, എവർഗ്രീൻ ഉണ്ട്. എവർഗ്രീൻ എനിക്ക് നടണം. ഇനി എവർഗ്രീൻ എപ്പോൾ തണലാ വേണ്ടേ, അല്ലേ? ഇത്ര മതി. ഇനി ഇതും നട്ട്. അപ്പോൾ ഒരു ബിഗോണിയ നട്ട്, ഒരു 8 മണി നട്ട്. ഇനി അടുത്ത് ഇന്ന് പൂവ് കാണൂല. ഇത് കുറച്ച് ദിവസം കുറച്ച് വേണ്ട, 3-4 ദിവസം മതി. ഇനി ഇവിടെ നിൽക്കട്ടെ. ഇത് എൻ്റെ ബിഗോണിയ നീളം വെച്ചങ്ങ് പോയി. നീളം വെച്ച് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തിട്ട് വേറെ ഒന്നിലേക്ക് ഇടാം. ഇത് വേഗം മുളക്കൂ. നമുക്ക് ഏറ്റവും നല്ല ബിഗോണിയ ഈ കളറാണ്. നല്ല രസമാണ് അത് കാണാൻ. ഇനി അവിടെ നിന്നോട്ടെ. എന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് കുത്തി കൊടുക്കുക. ഉഷാറാവട്ടെ. പൂക്കൾ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു രസമാണല്ലോ. നമ്മൾ അടുക്കളയിലെ പണി എടുത്ത് തളർന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പൂക്കളെ കണ്ടാൽ മതി, നമ്മളെ എല്ലാ ക്ഷീണവും മാറും. പിന്നെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര സംഭവം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു ഇല വിരിഞ്ഞ് കണ്ടാൽ മതി, അത് തന്നെ മതി നമുക്ക് സന്തോഷത്തിന്, ഹാപ്പി ആവാൻ. അപ്പം എൻ്റെ ഞാനിങ്ങനെ പൂക്കളും ഞാൻ ഡെയ്സി ഞാൻ ഹാങ് ചെയ്തിരുന്നു കേട്ടോ. ഡെയ്സി ഹാങ് ചെയ്തപ്പോൾ എൻ്റെ ഒരു പരാജയം എന്താണെന്ന് ഞാൻ കണ്ടെന്നറിയോ. ഹാങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അങ്ങ് പരന്നിട്ട് ഇങ്ങനെ തൂങ്ങണം. ഡെയ്സി മേലോട്ട് പോയിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഞാൻ അവർക്ക് മാറ്റിക്കളഞ്ഞാൽ. ഡെയ്സി ഞാൻ ചെയ്തതാ. എന്നോട് പറഞ്ഞിരുന്നു ഓരോരുത്തർ ഡെയ്സിങ് ചെയ്തു വെക്കുന്നുള്ളത്. അത് എനിക്കൊരു പരാജയം പോലെ തോന്നി. ഇനി ഇതിലിപ്പം ഒരു കൊമ്പ് കണ്ടോ, ഇതുപോലെ ഇതെല്ലാം ഉഷാറാവും. അങ്ങനെ 3 8 മണി ബിഗോണിയ. ഇനി അടുത്തത് മേരിഗോൾഡ്. ഇത് പിന്നെ നമുക്ക് മേലോട്ടല്ല ഇത് പരന്നിട്ടുണ്ടാകും. പരന്ന് താഴോട്ട് ഇറങ്ങും. അപ്പോൾ ഈ കളറിൽ നല്ല കളർഫുള്ളാണല്ലോ. പിന്നെ എല്ലാവരും സംശയം എന്താണെന്നറിയോ, ഈ ചെടി തണ്ട് മുളച്ചാൽ ഉണ്ടാവുമോ എന്നാ. അപ്പം ഇവിടെ വരുന്നവരൊക്കെ എന്നോട് ഇതിൻ്റെ വിത്ത് തരുമോ എന്ന് ചോദിക്കും. കാരണം അത്രയും ഭംഗി അങ്ങനെ പരന്നിട്ടുണ്ടായാൽ. അപ്പം ഞാൻ പറയും, നിങ്ങളെന്തിനും ഈ വിത്ത് കൊണ്ടുപോകുന്നത്? വിത്ത് മുളപ്പിച്ച ആളായി വന്ന് പൂവിടാൻ സമയത്ര പിടിക്കും, നിങ്ങളിതിൻ്റെ തണ്ട് കൊണ്ടുപോയിക്കോളിന്ന് അറിയും. അപ്പം ചോദിക്കും, ഇതിന് തണ്ട് ഉണ്ടാവുമോ എന്ന്. ഞാൻ പറയും, ഈ കാണുന്നതൊക്കെ പിടിപ്പിച്ച് ഞാൻ തണ്ട് പൊട്ടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ്. അങ്ങനെ അവർക്ക് സംശയം തീരുക. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു സംശയം അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അത് ക്യാബേജിൻ്റെ കുറേ പേർക്ക് സംശയം. ഞാനത് തീർത്ത് ഞാൻ ലൈവ് കാണിച്ചു കൊടുത്ത്. അങ്ങനെ തീർന്ന്. പിന്നെ അങ്ങനെ ഓരോ ചെടികളും ഇതും ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ തണ്ട് മുളച്ചാൽ ഉണ്ടാവും എന്നുള്ളത്. ഇത് തണ്ട് മുളച്ചാൽ പെട്ടെന്ന് ശാഖകളും വരും, പൂക്കളും ഉണ്ടാവും. അങ്ങനെ എത്ര എണ്ണം പിടിപ്പിച്ചു. ഇപ്പോൾ അതാ പുതിയതായിട്ട് ഹാങ്ങിങ് 1 2
3 4 5 ഇനി അടുത്തത്. ഇന്ന് ഹാങ്ങിങ്ങിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം ഇഷ്ടംപോലെ അങ്ങ് പിടിപ്പിക്കട്ടെ. നമ്മൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വീടൊക്കെ അലങ്കാരമായിക്കൂടെ? അടുത്തത് ഈ ചെടി വാണ്ടറിങ് ജൂ. ഇതിന് പലതരം വാണ്ടറിങ് ജൂ ഞാൻ കണ്ടെങ്കിൽ കൂടിയിട്ട് ഇതിനൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക കളറാണ്. ഇത് അതിൻ്റെ കൂമ്പാണ് നടാൻ നല്ലത്. പിന്നെ നമ്മളിങ്ങനെ കൂമ്പ് പൊട്ടിച്ചാൽ ഇതിങ്ങനെ തിങ്ങി ഉണ്ടായിക്കോളും. നോക്കിയതൊരു പ്രത്യേക കളറല്ലേ, സാധാ വാണ്ടറിങ് ജൂവിൻ്റെ പോലെ അല്ല ഇത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി അങ്ങ് പിടിപ്പിക്കട്ടെ എന്നുള്ളത്. ഇതിമെന്ന് അങ്ങ് പൊട്ടിക്കുക. ഇങ്ങനെ പൊട്ടിച്ചാൽ തിങ്ങിയും ചെയ്യും. നല്ല തളിര് വരുന്നത് നല്ല കട്ടച്ചോപ്പിലാണ് വരിക. കഴിഞ്ഞില്ലേ? കണ്ണ് കാണുന്നില്ല എവിടുന്നാ പൊട്ടിച്ചെന്നുള്ളതാ. ഇനി ഇവരിങ്ങോട്ട് ആളായിക്കോളൂ. ഒന്ന് വരെ തന്നെ മതി എൻ്റെ അടുക്ക്. ഇനി ഇത് നടട്ടെ കേട്ടോ, നടട്ടെ. ഇതിനൊന്നും നമ്മൾ വല്ലാണ്ട് റിസ്ക് എടുക്കണ്ട നടാൻ. എത്ര പെട്ടെന്ന് വേര് വരുന്നറിയോ? അങ്ങനെ നടല് പുറത്തേക്ക് തൂങ്ങാനുള്ള പാകത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കും നമ്മൾ. ഇങ്ങനെ അങ്ങ് സൗകര്യം ചെയ്ത ഒലിക്ക് പിന്നെ ഇങ്ങനെ അങ്ങ് താന്നുണ്ടായാൽ മതി. ചുറ്റും ഉണ്ടാവണം, അതതിൻ്റെ ഭംഗി. കളർഫുള്ളായിട്ട് ഈ വാണ്ടറിങ് ജൂ ഒരു കാലത്ത് ജമ്മു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതന്നേനും. അതുപോലെ ഏതെന്നറിയോ? ഇതും എവർഗ്രീനും. പക്ഷെ എവർഗ്രീൻ പിടിപ്പിച്ചാൽ നമുക്കൊരു സുഖം കിട്ടുന്നില്ല. എന്താ അറിയോ? വെയിൽ തട്ടിയാൽ അതൊരു മഞ്ഞ കളർ വരിക. അപ്പോൾ ആ പച്ചിപ്പ പോയാൽ അതിൻ്റെ രസം പോയി. അങ്ങനെ ഇതിനങ്ങനെയല്ല, ഇത് വേറൊരു സൈസാണ്. അത് ഇത് വാണ്ടറിങ് ജൂവിൻ്റെ കൂട്ടത്തിലുള്ള രാജാക്കന്മാരാ. ഇത് ഇനിയൊരു ഇതിൻ്റെ നീരിനൊരു കൊഴുപ്പാട്ടോ. കയ്യൊക്കെ കുത്തെടുക്കുക. അങ്ങനെ കുറേ അങ്ങ് നട്ട്. പിന്നെ ഞാൻ ഇന്നലെ പയറിൻ്റെ വിട്ടിരുന്നു. പയറിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്നലെ എൻ്റെത്. അപ്പം പയറിൻ്റെ വീഡിയോ ഞാൻ മേലെ കൊളുത്തുന്ന എൻ്റെ കുപ്പിയിൽ. അപ്പം ചോദിച്ചാൽ ഒരു കമൻറ്റ് വന്നു, നിങ്ങളെങ്ങനെയാണ് നനയ്ക്കുകയെന്ന്. അത് നല്ല സുഖമായിട്ട് നനയ്ക്കുക. എൻ്റെ കയ്യിൽ പൈപ്പുണ്ട്. പദ്ധതി വെള്ളം പൈപ്പ് എങ്ങനെ നനയ്ക്കും. ആ സൗകര്യം നോക്കിയിട്ട് തന്നെ ഞാൻ നട്ടത്. അല്ലേ കുടുങ്ങി പോകൂരേ. അങ്ങനെ നടക്കും. പിന്നെ ഇതിലുള്ള ലാഡറിന് ചോദിച്ചിരുന്നു എന്നോട്. ലാഡർ പിന്നെ അതിൻ്റെ ലിങ്ക് വിടി എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം നിങ്ങൾ ആ വീഡിയോൻ്റെ സൈഡിലുണ്ട് വ്യൂ, പിന്നെ വ്യൂ എന്ന് കാണിച്ചിട്ട് ഒരു സാധനമുണ്ട്, അതങ്ങ് നിൽക്കുക. അതങ്ങ് ഞെക്കിക്കഴിഞ്ഞാൽ കുറേ ഇതിങ്ങോട്ട് വരും, ലാഡറിൻ്റെ ഇതൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കുറേ പേര് ഇങ്ങനെ എവിടെ ലിങ്ക് എവിടെ ചോദിക്കുന്നുണ്ട്. ആ മെസ്സേജ് നിങ്ങളെ വീഡിയോൻ്റെ സൈഡിൽ വ്യൂ എന്ന് പറഞ്ഞ് വരുന്നു. വ്യൂ പ്രൊഡക്റ്റ് അങ്ങനെ എന്തോ ആണത്. അതിലുണ്ട് കേട്ടോ. ഞാൻ അതിൽ മറുപടി തന്നിട്ടുണ്ട്. അല്ല അതെന്തായാലും നല്ലൊരു ഉപകാരമാണ്. വീണു ഇനിയിപ്പോൾ ഈ ഹാങ്ങിങ്ങിന് ഉപകാരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഹാങ്ങിങ്ങിനുണ്ട് സൗകര്യം. ഇത് വെക്കാൻ തന്നെ കാരണം ലാഡറുള്ളത് കൊണ്ട് എന്തൊക്കെ ഞാൻ ഇപ്പം ഉണ്ടാക്കി. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ എന്തൊക്കെ നട്ടു. വാണ്ടറിങ് ജൂ, മേരി ഗോൾഡ്, ബിഗോണിയ, 8 മണി നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളാട്ടോ. ഞാൻ 10 മണി എന്ന് തന്നെ പറയുക. അപ്പം ഇന്ന് എൻ്റെ അടുത്ത് വന്ന തിരൂരിലുള്ള ആളുണ്ടല്ലോ, അവർ പറയാ ഇത് 10 മണി അല്ല കേട്ടോ, അതിന് കുറേ എതളുണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയാ, ഇതിന് എതളില്ല, അത് 8 മണിയാണ്. ഇന്നിപ്പോൾ പൂടിപ്പോയി. 8 മണി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഒക്കെ ഒന്ന് ആദ്യം നനക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലൂടെ കഴിഞ്ഞില്ല. എനിക്ക് ഇങ്ങനത്തെ ഒന്ന് കിട്ടി. ഇതിൻ്റെ പേരറിയില്ല, നല്ല രസം കാണാൻ. ഈ കളറൊക്കെ എന്തൊക്കെയല്ലേ ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. എന്താണ്, നിങ്ങളാണ് എന്നെ പൂക്കളെ പേരൊക്കെ പഠിപ്പിച്ചത്. ഡേയ്സിൻ്റെ പഠിപ്പിച്ച്, 8 മണി പഠിപ്പിച്ച്. ഇതാണ്, ഇത് വേണേ ഒന്ന് ഇതാക്കട്ടെ. ഇത് നടട്ടെ കേട്ടോ, ആദ്യമായിട്ട് നടുക. അത് നല്ല രസമുണ്ടാവും ഉണ്ട കൂടിയാൽ. ഇത് എനിക്ക് പെങ്ങളവിടെ പോയപ്പോൾ പിന്നെ അവിടെ പിന്നെ പെങ്ങളെ മോനും ഭാര്യയും നല്ല എന്നെ പോലെ ചെടി ഭ്രാന്താ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യൂ.
അല്ലാണ്ട് നഴ്സറിയിലോട്ടാ പോയാൽ 500 മേലോട്ടാ വില തന്നെ, പേടിച്ചു പോയി. എന്താ അങ്ങനെ 1 2 3 4 5 6 7 എണ്ണം നട്ടു. ഞാൻ നനക്കട്ടെ കേട്ടോ, നമ്മൾ നട്ടപാടെ തന്നെ വരെ ശക്തിയിൽ നനച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കോട്ടം തട്ടു. കുഞ്ഞു മക്കളെ നോക്കും പോലെ നോക്കണം നട്ടാ. പിന്നെ എല്ലാം നട്ട് ഇനി ഹാങ് ചെയ്യട്ടെ കേട്ടോ. എന്താ ഒന്ന് ഹാങ് ചെയ്ത് ഇതൊന്ന് ഞാൻ എടുക്കട്ടെ. എന്താ അറിയോ, ഇത് നമുക്ക് കുറേ വെട്ടി കൊടുക്കാണ്ട്, പൂവിട്ടാൽ വെട്ടി പോക്കണം. കണ്ടോ, ഇത് ഹാങ് ചെയ്തിട്ട് അടിപൊളിയല്ലേ. ഞാൻ ഒക്കെ എൻ്റെ ലാഡർ അതിനൊക്കെ കാരണം. അപ്പം ഞാൻ ഇന്നും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ലാഡർ വാങ്ങിക്കോടി, ഹാങ്ങിങ് പോട്ടൊക്കെ ഇങ്ങണ്ട വെച്ച അടിപൊളിയാണ്. അടുത്തത് ഇതാ, ഇത് നല്ലൊരു കളറാണ്. അങ്ങനെ കണ്ടിടാ, കൊളുത്തിടാ. അങ്ങനെ ഇതും കഴിഞ്ഞു. മൂന്നാമത്തവും കൊളുത്തി. ഇതാ ബിഗോണിയ തന്നെ. ബാക്കിയുള്ളത് ഞാൻ കൊളുത്തൂര. കാരണം എന്താന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ICUയിൽ വെക്കണം. ഓല അങ്ങനെ പെട്ടെന്ന് വെയിൽ കൊള്ളിക്കാൻ പറ്റാത്തവരാ. ഇവരൊക്കെ പിന്നെ പഴയ ആൾക്കാരാ. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി വന്ന് നിർത്തുന്നത്. നോക്കുമ്പോൾ എന്താ, എന്നെ കണത്തിരൂർന്ന് വന്നതൊക്കെ. എൻ്റെ വീഡിയോ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഒറ്റ സ്ഥലമാണ് കാണൂലേ. എന്നിട്ട് കണ്ടിട്ട് എന്നെ കാണണം തന്നെ എന്നോട് മക്കളെ കൊണ്ട് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് മോൻ കൊണ്ടുവന്നതാ. അപ്പം കിട്ടാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്തുണ്ട്. അതേപോലെ നിത്യവഴുതന എങ്ങനെ ആരാധകർ വരിക, അന്നേരം അവർക്ക് കൊടുക്കാനുള്ളതാ. എന്താ ഇത് നിത്യവഴുതന, ചതുരപ്പയർ, പിന്നെ ഇത് ചീരച്ചേമ്പ്. ഇത് തയ്യുണ്ട്. ചീരച്ചേമ്പ് ചോദിക്കുന്നവർക്ക് ഞാൻ തയ്യും കൊടുക്കും. ഒരു നേരം ഉണ്ടാക്കാനുള്ള തോരൻ വെച്ചോട്ടെ വിചാരിച്ചിട്ട് അതും കൊടുക്കും. ഇതാ ഇത് ഏലം ഞാൻ കുറേ ഏലത്തൈ കൊണ്ടുവന്നിട്ട്, തൈ എന്ന് പറഞ്ഞാൽ എൻ്റെയും തന്നെ ഉണ്ടേന്ന് മാറ്റിയിട്ട് കുറേ തൈ പിടിപ്പിച്ചിന്. മെനയാന്ന് ഒരാൾ അതൊരു ഫാൻസ് വന്ന് കൊണ്ടുപോയി ഇത് വരിക്കുക. ഇത് പിടിപ്പിക്കട്ടെ, എല്ലാവരും കൃഷിക്കാരാവട്ടെ അല്ലേ. അങ്ങനെ കേരളം ഒട്ടുകിലും കൃഷി എന്ന് പറഞ്ഞാൽ ഇബാദത്താ. കൃഷി ഒരു ഇബാദത്താ, ഒരു സംസ്കാരം. നമ്മൾ ഉണ്ടാക്കി വേറുള്ളവർക്ക് നമുക്ക് കൊടുക്കാലോ, ഒരു ദാനം ചെയ്യാലോ അല്ലേ. അങ്ങനെ ഇവർക്ക് ഒരു ഹായ് പറയും എൻ്റെ കുടുംബക്കാരുണ്ട്. ഇനി നാളെ നിങ്ങളെ കാണും, നിങ്ങൾ തന്നെ അല്ലേ. കുറവാ, അങ്ങനെ ഒന്നും നിൽക്കൂല. എൻ്റെ നിന്ന് എന്നാ മക്കള് വരെ വിളിച്ചാ പോയല്ലേ ഒരു ഫോട്ടോ എടുക്കാന്. വെറും കയ്യോടല്ല വന്ന്. എനിക്ക് സമ്മാനമൊക്കെ ഉണ്ട്. സമ്മാനം എന്നോട് കാണിക്കണ്ടെന്ന് പറഞ്ഞിക്ക്. അതുകൊണ്ട് ഞാൻ നട്സൊക്കെ പലതരം. അതൊന്നും ഞങ്ങൾ ഒരു പറഞ്ഞ അനുസരിച്ച് പരാതി ഉണ്ടാവും. അവള് പറഞ്ഞു ആണോ, അനിയത്തി വരണമെന്ന് പറഞ്ഞോ. അനിയത്തിനെ കൂട്ടാണ്ട് വരുന്നതിന് അനിയത്തിക്ക് പരാതി ഉണ്ടാവും. അത് സാരല്ല, ഇനി ഒരിക്കലും വരാം. വീട് കണ്ടല്ലോ, പക്ഷെ വീട് കാണാൻ കുടുങ്ങിപ്പോയിട്ടോ ഇവര്. ഞാൻ അതിൽ നമ്പർ ഇട്ടില്ലല്ലോ. എന്നിട്ട് ഇവര് പനമരം ഒരു കണ്ട് മാനന്തവാടി 5-ാം മൈലിന് കണ്ടില്ലേ. അങ്ങനെ ഏതായാലും നേരിട്ട് എന്റെ പച്ചക്കറി പുറത്ത് കണ്ടപ്പോ തന്നെ വീട് ഉറപ്പിച്ചു. എന്നായിക്കോട്ടെ, ഇവരെ ഞാൻ പറഞ്ഞു വിടട്ടെ. ഇവർക്ക് തിരൂരെത്തണം അല്ലേ. ഇപ്പോൾ എൻ്റെ ഹാങ്ങിങ് ചെടി നട്ടതും തൂക്കിയതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിൽ നോക്കി പോട്ടും ചെടിയും ഒരേ കളറുള്ള ഒന്ന്. ഇതിൻ്റെ പേര് പറഞ്ഞു തരണം കേട്ടോ, എനിക്കറിയില്ല നോക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു